നമ്മൾ പ്ലംബർ ട്രേഡിലെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. മൊത്തം 25 ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതിൽ നിന്ന് ഒരു 6 ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വരുന്നത്. ഇതൊന്നും എല്ലാവരും പഠിച്ചിട്ട് പോവുക. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കുക, ഇത് ഏത് സെറ്റ് സ്കോറാണ് തന്നിരിക്കുന്നതെന്നാണ്. കണ്ടാൽ തന്നെ അറിയാം, രണ്ട് സൈഡിലും 45 ഡിഗ്രി 45 ഡിഗ്രി കൊടുത്തിരിക്കുന്നുണ്ട്. ഇത് 45 ഡിഗ്രി ഉള്ള സെറ്റ് സ്ക്വയറാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഓപ്ഷൻ ഡി ആണ് എൻ്റെ റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. ഇനി അടുത്തത്, ഒരു A4 ഷീറ്റിൻ്റെ സൈസ് എത്രയാണെന്നോ ഉള്ള ചോദ്യം. വളരെ സിമ്പിളാണ്. ഞാൻ അതുപോലെ പറയുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് ഈ ഷീറ്റിൻ്റെ സൈസൊക്കെ പഠിച്ചു വെക്കാനായിട്ട്. A4 ഷീറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് 210 × 297 വരുന്നത്. ഓപ്ഷൻ സി ആണ് എൻ്റെ ആൻസറായിട്ട് വരിക. ഓക്കെ, അടുത്ത് ചോദിച്ചിരിക്കുന്നതും സിമ്പിളാണ്. ഈ ഉപകരണത്തിൻ്റെ പേര് തിരിച്ചറിയാൻ പ്രൊട്രാക്ടറാണ്. ചെറുപ്പം പോലെ ഉപയോഗിക്കുന്നതാണ് ഇവരൊക്കെ. ഓക്കെ, അപ്പോൾ അത് 3B ആണ് എൻ്റെ റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത് നോക്കുക, അലൈൻഡ് സിസ്റ്റം ഓഫ് ഡയമെൻഷൻ. അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നതിൽ അലൈൻഡ് സിസ്റ്റം ഓഫ് ഡയമെൻഷൻ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, അലൈൻഡ് സിസ്റ്റം ഓഫ് ഡയമെൻഷൻ്റെ അത് നമുക്ക് ഒരു ഷീറ്റിൻ്റെ ബോട്ടം സൈഡിൽ നിന്ന് നമുക്ക് വായിക്കാൻ പറ്റണം, റൈറ്റ് സൈഡിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ വായിക്കാൻ പറ്റണം. അപ്പോൾ നിങ്ങൾ നോക്കുക, ഈ ഓപ്ഷൻ എ ആണ് എൻ്റെ റൈറ്റ് ആൻസറായിട്ട് വരിക. കാര്യം ഇതിനെ നമുക്ക് രണ്ട് സൈഡിൽ നിന്നും വായിക്കാൻ പറ്റുന്ന രീതിയിൽ എഴുതിയിരിക്കുന്നത്. അതായത് റൈറ്റ് സൈഡിൽ നിന്ന് വായിക്കാനായിട്ടാണ് ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത് 20, 15, 10 പറഞ്ഞതും കൊടുത്തിരിക്കുന്നതും. പിന്നെ താഴത്തു നിന്ന് വായിക്കാനായിട്ടാണ് 18, 8, 16, 22 പറഞ്ഞതും 7 അതും കൂടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ആ രീതിയിൽ തന്നെ എഴുതുന്നതാണ്. സിസ്റ്റത്തിനാണ് നമ്മൾ അലൈൻ സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ. രണ്ട് സൈഡിൽ നിന്നും വായിക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ ഓപ്ഷൻ എ ആണ് എൻ്റെ റൈറ്റ് ആൻസറായിട്ട് വരുന്നത് കേട്ടോ. അടുത്ത് നോക്കുക, ഈ പ്രിസത്തിൻ്റെ പേര് തിരിച്ചറിയാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. പ്രിസത്തിൻ്റെ ഫേസ് വെച്ചാണ് നമ്മളതിൻ്റെ പേര് പറയുന്നത്. ഇവിടെ നോക്കിയാൽ നമുക്കറിയാം 130, 100 ആണ് കൊടുത്തിരിക്കുന്ന സൈഡ്. അപ്പോൾ നമുക്ക് റെക്റ്റാങ്കിൾ ആണെന്ന് കിട്ടുക. അപ്പോൾ റെക്റ്റാങ്കുലർ പ്രിസമാണ് ഇത് കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ. 5A ആണ് എൻ്റെ റൈറ്റ് ആൻസറായിട്ട് വരിക. ഇനി ഈ ഒരു മെറ്റീരിയലിൻ്റെ പേര് ചോദിക്കുക. ഇത് കണ്ടറിയാം നിങ്ങൾക്ക്, വുഡാണ്. ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ ഈ മെറ്റീരിയൽ നമ്മൾ എന്താണ് മെറ്റീരിയൽ അവിടെ എഴുതില്ല. അപ്പോൾ ആ ഡിസൈൻ അല്ലെങ്കിൽ പാറ്റേൺ കൊടുക്കുകയുള്ളൂ അവിടെ നമ്മൾ ഡ്രോയിങ് വരച്ചിട്ട്. അപ്പോൾ ഈ ഒരു സംഭവം ഇങ്ങനെ ഒരു ഡിസൈൻ കാണുവാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അത് വുഡാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, 6C ആണ് അതിൻ്റെ റൈറ്റ് ആൻസറായിട്ട് വരിക. ഇനി അടുത്ത് ഇതിൻ്റെ അകത്തുള്ള തന്നിരിക്കുന്നതിൽ കറക്റ്റായിട്ടുള്ള ആരോ ഹെഡ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ചിത്രത്തിൽ തന്നെ മനസ്സിലാകും ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. ബാക്കിയുള്ളതൊന്നും കറക്റ്റല്ല. അപ്പോൾ നോക്കുക, ഈ ആരോ ഹെഡ് ഒന്ന് ശ്രദ്ധിച്ച് വെച്ചേക്കുക. അടുത്ത് ഇതിൻ്റെ അകത്ത് ചോദിച്ചിരിക്കുക, ഐഡൻറ്റിഫൈ ദ നെയിം ഓഫ് ടൂൾ. ഇതൊരു കുഴപ്പമുണ്ട്. ഇത് ഈ തന്നിരിക്കുന്ന ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന പ്ലെയർ കോമ്പിനേഷൻ പ്ലെയറാണ്. പക്ഷേ ഇതിൻ്റെ ആൻസറായിട്ട് കൊടുത്തിരിക്കുന്ന കട്ടിംഗ് പ്ലെയറാണ്. കോമ്പിനേഷൻ പ്ലെയർ എന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിൽ എഴുതിയാൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ കട്ടിംഗ് പ്ലെയർ എഴുതിക്കോളുക. ഇവരുടെ ആൻസർ അതാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് ഈ ഒരു കൺവെൻഷൻ സിമ്പിൾ അടുത്ത ചോദിച്ചിരിക്കുന്നത് ഏതാണ്. ഇത് വെള്ളത്തിൻ്റെയാണ് ഈ സിമ്പിൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഒരു സിമ്പിൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വാട്ടറാണെന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത ഒരു ഉപകരണത്തിൻ്റെ പേര് നിങ്ങൾ വർക്ക്ഷോപ്പിൽ കൂടുതൽ ഉപയോഗിക്കുന്നതാണത്. അതിൻ്റെ ആൻസർ ട്രൈ സ്ക്വയർ എന്നാണ് വരിക. അത് ഈസിയാണ്. ഇത് അടുത്തൊരു പ്രശ്നത്തിൻ്റെ അടുത്ത ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫേസ് നോക്കാൻ നമുക്ക് മനസ്സിലാവും എന്താണത്. ഹെക്സാഗണൽ ഷേപ്പാണ്. അപ്പോൾ ഇത് ഒരു ഹെക്സാഗണൽ പ്രിസമാണ് വരിക. ഓപ്ഷൻ ഡി ആണ് എൻ്റെ റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. ഇത് നമ്മൾ വർക്ക്ഷോപ്പിൽ ഉപയോഗിക്കുന്നതാണ്. മാലറ്റാണ്, കൊട്ടുപടി എന്ന് പറയും. 12B ആണ് അതിൻ്റെ റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. ഈ ട്രയാങ്കിൾ തിരിച്ചറിയുക. ട്രയാങ്കിൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഇതിന് മട്ടത്രികോണമാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു ആംഗിൾ 90 ഡിഗ്രിയാണ് വരുന്നത്. അതുകൊണ്ടാണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. 13D ആണ് അതിൻ്റെ റൈറ്റ് ആൻസറായിട്ട് വരിക. അടുത്തത് ഈ ഒരു മെറ്റീരിയൽ തിരിച്ചറിയാൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ചെറിയ ചെറിയ ട്രയാങ്കിൾ ഷേപ്പിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കോൺക്രീറ്റ് ആണ്, മനസ്സിലാക്കി വെക്കുക. 14D ആണ് റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത് നമുക്ക് എല്ലാവർക്കും ഒരു ഡ്രോയിങ് ഷീറ്റിൻ്റെ അകത്ത് ടൈറ്റിൽ ബ്ലോക്കിൻ്റെ പൊസിഷൻ എപ്പോഴും എവിടെയാണ്, റൈറ്റ് സൈഡ് ബോട്ടമാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കിയാൽ അറിയാം ഓപ്ഷൻ എ ആണ് അതിൻ്റെ റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യനാണത്. അടുത്തത് ഈ ഒരു ഉപകരണത്തിൻ്റെ പേര് തിരിച്ചറിയ സ്പാനറാണ് അല്ലേ. എൻ്റെ എൻഡ് ഓപ്പൺ ആണ്. അപ്പോൾ ഓപ്പൺ എൻഡ് സ്പാനറാണ് ഈ കൊടുത്തിരിക്കുന്നത്. 16A ആണ് അതിൻ്റെ റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത വീണ്ടും ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഉപകരണം തിരിച്ചറിയാനായിട്ട്. ഈ ടൂൾ നമുക്ക് കണ്ടറിയാം ഇത് ഹാമറാണ്. അതിൻ്റെ തന്നെ അല്ല, അതിൻ്റെ ടോപ്പ് പൊസിഷൻ നോക്കിയിട്ടാണ് നമ്മൾ അതിന് ഹാമറിന് നമുക്ക് പേര് കൊടുത്തിരിക്കുന്നത് അല്ലേ. ഇതിൻ്റെ ടോപ്പ് പൊസിഷൻ ബോൾ ഷേപ്പിലായതുകൊണ്ട് ബോൾ പിൻ ഹാമർ എന്നാണ് ഇതിന് ഈ ഹാമറിന് നമ്മൾ വിളിക്കുന്നത്. 17A ആണ് റൈറ്റ് ആൻസർ. അടുത്ത കോമ്പസ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എല്ലാവർക്കും അറിയാം, സർക്കിൾ വരയ്ക്കാനാണെന്നുള്ള കാര്യം അറിയാം. 18C ആണ് അതിൻ്റെ റൈറ്റ് ആൻസറായിട്ട് വരിക. ഇനി നോക്കുക, അടുത്തത് സർക്കിൾ നമ്മൾ ഡയമെൻഷൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. ഈ 5 എന്ന് പറഞ്ഞ ഒരു സൈൻ സിമ്പിൾ കൊടുക്കുന്ന ഡയമീറ്ററാണ്. ഒരു കാര്യം മനസ്സിലാക്കി, ഇതിനകത്ത് ഓപ്ഷൻ ബി നിങ്ങൾ നോക്കിയേ. അതിൻ്റെ ഡയമീറ്റർ ഈ രീതിയിൽ ഡയമെൻഷൻ ചെയ്തിട്ട് ഒരു ലീഡർ ലൈൻ വരച്ചിട്ട് അതിൻ്റെ മുകളിലാണ് 550 എന്ന് പറഞ്ഞവർ കൊടുത്തിരിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് റൈറ്റ് ആൻസറായിട്ട് വരിക കേട്ടോ. 19B ആണ് ഡയമീറ്റർ ഒരു സർക്കിളിൻ്റെ കൊടുക്കേണ്ട കറക്റ്റ് രീതി. അപ്പോൾ 19B ആണ് അതിൻ്റെ റൈറ്റ് ആൻസറായിട്ട് വരിക. ഇനി നോക്കുക, ലെറ്ററിങ് എന്നുള്ള ക്വസ്റ്റ്യനാണ്. എ എന്ന് പറയുന്നത് സിംഗിൾ സ്ട്രോക്കിൽ, അതായത് ഒരു
തവണ മാത്രം നമ്മൾ പെൻസിൽ ഓടിക്കുന്ന രീതിയിൽ വരയ്ക്കുന്നത് ഏതാണ് കൃത്യമായിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് കേട്ടോ കറക്റ്റായിട്ടുള്ള എ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളത് ഒന്ന് നോക്കി വെച്ചേക്കുക, ഈ ചിത്രം നോക്കി തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ സി ആണ്. നമ്മൾ ഇത്രയും നേരം ഡയമെൻഷൻ പറ്റി പറഞ്ഞായിരുന്നു. ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ, ബി എന്ന് പറയുന്ന ലൈൻ എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? 58.5 എന്ന് എഴുതിയിരിക്കുന്നത് എന്താണ്? അതിൻ്റെ ഡയമെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് ഇവിടം വരെയുള്ള നീളമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഡയമെൻഷൻ ലൈനാണ് അത് കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് എൻ്റെ റൈറ്റ് ആൻസറായിട്ട് വരിക. ഇനി നോക്കുക, വിച്ച് ഡ്രോയിങ് ഡയമെൻഷൻ ഈസ് കറക്റ്റ് ആസ് പെർ സ്റ്റാൻഡേർഡ് ഡ്രോയിങ് പ്രാക്ടീസ്. സ്റ്റാൻഡേർഡ് ഡ്രോയിങ് പ്രാക്ടീസിൽ കറക്റ്റായിട്ട് കൊടുത്തിരിക്കുന്നത് നോക്കുക. ഡയമെൻഷൻ ലൈൻ വരച്ചിട്ട് ഡയമെൻഷൻ ലൈൻ്റെ മുകളിലാണ് നമ്മളെപ്പോഴും ഡയമെൻഷൻ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നോക്കിയറിയാം ഓപ്ഷൻ എയിൽ മാത്രമാണ് കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്നത്, ബാക്കി എല്ലാത്തിലും അത് താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട് ഓരോന്നിൽ വെച്ച്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസറായിട്ട് വരുന്നത് കേട്ടോ. കറക്റ്റ് ആൻസർ കിട്ടി. ഇനി നോക്കുക, ഈ ഒരു മെറ്റീരിയൽ തിരിച്ചറിയാനായിട്ട് ഇത് ഗ്ലാസ് ആണ് കേട്ടോ. ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് ഗ്ലാസ്സിനെയാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇതും കൂടെ ഒന്ന് നോക്കി വെക്കുക. വീണ്ടും ഒരു ചോദ്യം അതിൽ നിന്ന് തന്നെ ചോദിച്ചിരിക്കുന്നു, ഡയമെൻഷൻ ഏതാണ് കറക്റ്റ് എന്നുള്ളത് കേട്ടോ. നേരത്തെ പറഞ്ഞ ഡയമെൻഷൻ ലൈൻ വരച്ചിട്ട് അതിൻ്റെ മുകളിലായിരിക്കും എപ്പോഴും ഡയമെൻഷൻസ് കൊടുത്തിട്ടുണ്ടാകുക. അപ്പോൾ ഇത് നോക്കിയാലും അറിയാം ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസറായിട്ട് വരുന്നത് കേട്ടോ. ലാസ്റ്റ് ചോദ്യം നമുക്ക് നോക്കാം. ഇങ്ങനെ ഒരു മെറ്റീരിയൽ കൊടുത്തിട്ട് ഈ ഹാച്ച് ലൈൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സ്റ്റീലിനെ കാണിക്കാനാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഉള്ളത്. ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളിൽ നിന്ന് ഒരു 6 ചോദ്യമായിരിക്കും വരുന്നത്. എല്ലാവരും ഇത് പഠിച്ചിട്ട് തന്നെ പോകും കേട്ടോ. 25 ക്വസ്റ്റ്യൻ ഉണ്ട്, അതിന് 6 എന്തായാലും കിട്ടും. ഓക്കെ.